ടിക്കറ്റ് ഫിനാലയുടെ 9ാമത്തെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. സത്യത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രമോ വന്നിരുന്നു. അവിടെ അർജുൻ എടുത്തെറിഞ്ഞു, മലർത്തി അടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദനയെ എന്തൊക്കെയോ ചെയ്തു, അർജുൻ പുറത്താവാൻ പോകുന്നു, അർജുൻ നന്ദനയെ ഫിസിക്കൽ അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഭീര പ്രമോകളും ഗംഭീരമായിട്ടുള്ള ചർച്ചകളും ഒക്കെ യൂട്യൂബിൽ കണ്ടിരുന്നു. പക്ഷേ സത്യത്തിൽ ഇന്ന് ആ ലൈവ് കണ്ടവർക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. പിന്നെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് എടുത്ത് ലൈവിൽ കാണിച്ചില്ല. അത് എപ്പിസോഡിൽ വരുന്ന സമയത്തെ നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവുള്ളൂ. അവരത് നമുക്ക് ആ കറക്റ്റ് നടന്ന സംഭവം അവർ ക്യാമറയിൽ കാണിച്ചില്ല എന്നുള്ളതാണ്. അതെന്തായാലും എപ്പിസോഡ് വരുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എപ്പിസോഡിൽ ഉണ്ടാവും എന്ന് വിചാരിക്കാം, പ്രമോയിൽ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളതുകൊണ്ട്. എന്തായാലും അർജുന്റെ ബാഗിൽ നിന്ന് പിടിച്ചു വലിക്കുന്നതിന് ഇടയിലാണ് അവിടെ നന്ദന വീഴുന്നത്. അവിടെ അർജുൻ ആദ്യം നന്ദനയുടെ പുറകെയാണ് ഓടിയിരുന്നത്. പിന്നീട് റിവേഴ്സ് ഓർഡറിൽ ഓടാനായിട്ട് അവിടെ ബിഗ് ബോസ് തന്നെ പറയുകയായിരുന്നു. റിവേഴ്സ് ഓർഡറിൽ ഓടുന്ന സമയത്ത് നന്ദന ബാഗിൽ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാഗ് വലിച്ചെടുക്കാനായിട്ട് ബിഗ് ബോസ് പറഞ്ഞിരുന്നില്ല, തെർമോക്കോൾ തട്ടിക്കളയാനേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അവിടെ മാക്സിമം ബാഗ് പിടിച്ചു വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ഓൾറെഡി വള്ളി പൊട്ടിയിട്ടാണ് അർജുൻ്റെ ഇരുന്നിരുന്നത്. ആ വള്ളി പൊട്ടിയ ബാഗ് പിടിച്ചു വലിച്ചെടുക്കുന്ന സമയത്ത് അർജുൻ ആ ബാഗ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ്. ഞാൻ ബാഗിൽ കെട്ടട്ടെ, എന്നിട്ട് നിനക്ക് പിടിച്ചു വലിക്കാമെന്ന് അർജുൻ പറയുന്നുണ്ട്. അതിനുള്ള സമാധാനം പോലും ആ കുട്ടി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ആ ബാഗ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടി ആ പെൺകുട്ടി മുന്നിലേക്ക് കയറി വരികയും അർജുന്റെ കാല് തട്ടി വീഴുകയുമായിരുന്നു. ബാഗ് പിടിച്ച് അർജുൻ വലിച്ചു. ഇവള് ബാഗുമ പിടിച്ചു വലിച്ചിട്ടുണ്ട്. ആ വലിക്കുന്നതിനിടയിൽ അർജുന്റെ കാലുമേ കൂടി തട്ടി അവൾ മറിഞ്ഞു വീണു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അർജുന്റെ ഭാഗത്ത് അറിയാതെ എന്തെങ്കിലും ഫോൾട്ടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ചെയ്തൊരു കാര്യമായിരുന്നില്ല. ആ കുട്ടി അതിന് വീഴണമെന്നോ വീഴ്ത്തണമെന്നോ വിചാരിച്ച് ചെയ്തതായിട്ട് തോന്നിയൊരു കാര്യമല്ല. പക്ഷെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ തെറ്റി ആരുടെ ഭാഗത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നന്ദനയുടെ ഭാഗത്താണെന്ന് പറയേണ്ടി വരും. നന്ദനയാണ് മനഃപൂർവ്വം അറ്റാക്കിംഗ് ആയിട്ടാണ് ആ കുട്ടി ചെയ്തിരുന്നത്. അറ്റാക്കിംഗ് പരിപാടിയാണ് ചെയ്തിരുന്നത്. അല്ലാതെ ബാഗിലെ കാര്യങ്ങൾ കളയുക എന്നുള്ളതിലുപരിയായിട്ട് ഭയങ്കര അറ്റാക്കിംഗ്, പ്രൊവോക്കിംഗ് ആയിട്ടാണ് നന്ദന അവിടെ പെരുമാറിയത്. ആ ഒരു ഇതിലാണ് ബാഗ് പിടിച്ചു വലിച്ചത് അവിടെ അർജുൻ. ആ വലിച്ച ഒരു ഇതിൽ ഫോഴ്സിൽ ആ കുട്ടി വന്ന് വീഴായിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് നമുക്ക് കണ്ട പ്രേക്ഷകർക്ക് തോന്നിയത്. അവിടെ വീണ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നീട് എല്ലാവരും ഓടി വന്ന സമയത്ത് അവിടെ കിടന്ന് ഓളിയിടുന്നുണ്ടായിരുന്നു, അയ്യോ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ മെഡിക്കൽ റൂമിൽ പോയിട്ട് ഭയങ്കര കൂളായിട്ട് അവിടെ നിന്ന് നടന്നു വരുന്ന നന്ദനയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. അത്രയും വേദനയും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുള്ള ആളായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും കൂളായിട്ട് അവിടെ നിന്ന് എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വരുന്ന ആളെ നമ്മൾ കണ്ടു. അപ്പോൾ സത്യത്തിൽ ആ കൊച്ചു അഭിനയിച്ചതാണോ എന്നാണ് സംശയം തോന്നിയത്.